അങ്ങനെ ഏറെ നാളുകൾക്കുള്ള ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ഞാൻ വീണ്ടും ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പം ഇടവേള എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 2-3 മാസത്തോളമായി ഞാൻ ജ്വല്ലറി വീഡിയോസും ചെയ്യാത്തത്. ജ്വല്ലറി എന്നല്ല, ഞാനിപ്പം വീഡിയോസ് ചെയ്യാനായിട്ട് കുറേ നാളായി എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. പിന്നെ എനിക്ക് കൂടപ്പിറപ്പില്ലെങ്കിലും ജന്മന കിട്ടിയ ഒരു കൂടപ്പിറപ്പാണ് എൻ്റെയും മടി. അതുകൊണ്ട് ഞാൻ ഈ ലോട്ടറി ടിക്കറ്റ് പോലെ നാളെ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി. അങ്ങനെയാണ് പെട്ടെന്ന് എന്താ പറയുക, ഒരു വീഡിയോ എടുത്താലെന്ന് തോന്നി. അങ്ങനെ ഞാൻ എടുക്കാൻ വേണ്ടി നിന്നൊരു വീഡിയോ ആയിരുന്നു ഇത്. ശരിക്കും ഞാൻ ഈ മെറ്റീരിയൽസൊക്കെ ഞാൻ ഈ വീഡിയോ എക്സാമിൻ്റെ ടൈമിന് മുന്നേ എല്ലാം കൂടി ഞാൻ പാക്ക് ചെയ്ത് നല്ല രീതിയിൽ വെച്ചായിരുന്നു. ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ആ സാധനം എടുക്കാൻ നോക്കുമ്പോൾ സാധനം കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അലമാരയിൽ ചെറിയൊരു ഈ ലോക്കർ പോലെ ചെറിയൊരു ഷെൽഫ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലാണ് ഞാൻ വെച്ചതെന്നായിരുന്നു. അങ്ങനെ ഞാൻ തപ്പി, അവിടെ ഇല്ലാന്ന് അറിഞ്ഞിട്ടും ഞാൻ പിന്നെയും തപ്പി സാധനം കിട്ടിയില്ല. അങ്ങനെ ഞാൻ അവസാനം എവിടെ അത് ഉണ്ടാകില്ല എന്ന് വിചാരിച്ചോ ആ സെയിം സ്ഥലത്തു നിന്നായിരുന്നു എനിക്ക് സാധനം കിട്ടിയത്. അങ്ങനെ കിട്ടി. എനിക്ക് ആ ഒരു പാക്കറ്റിൽ ഒരുപാട് കളർ സ്റ്റോൺസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ഏതെടുക്കും എന്നായിരുന്നു അടുത്ത കൺഫ്യൂഷൻ. അങ്ങനെ ഞാനൊരു റെഡ് കളറിൽ ഒരു ഇയറിങ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ റെഡ് ബീഡ് ചൂസ് ചെയ്തു. അങ്ങനെ ഏകദേശം ഉണ്ടാക്കി വന്ന് പകുതി എത്തിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് ചെയ്യാനുള്ള ആ ഒരു റൗണ്ട് സ്റ്റോൺ ഉണ്ടല്ലോ, ആ സ്റ്റോൺ എൻ്റെ കയ്യിൽ വേണ്ടത്ര ഇല്ലയെന്ന്. പിന്നെന്ത് ചെയ്യാനാ, ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നൊരവസ്ഥയായിരുന്നു അന്നേരം. അപ്പം ഞാനിങ്ങനെ കുറേ ആലോചിച്ചു. ഇനിയപ്പം ഏകദേശം നമ്മുടെ താഴത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനിൽ ഞാൻ ഫസ്റ്റത്തെ ആ ഒരു 3 ബീഡ് കാണാൻ പറ്റും. ഒരു കുന്തൻ സ്റ്റോണല്ല, വേറൊരു ടൈപ്പിലുള്ള സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. അപ്പം അവിടെ ശരിക്ക് ഒരു കാതിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള മുത്തൻ്റെ അടുത്തുണ്ട്. പക്ഷേ എനിക്ക് ഫുള്ള് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് പെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മേളത്തെ ഹെഡ് പോർഷൻ ഉണ്ടല്ലോ, അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോൺ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാൻ ആ ഒരു സ്റ്റോൺ അവിടെ കൊടുത്തത്. അപ്പോൾ എനിക്കിത് ഇതുമായിട്ട് മാച്ചായി പോവുമോ ചേരുമോ എന്നൊക്കെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുവരെ ഈ സ്റ്റോൺ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ വേറെ വഴിയില്ല, കമ്മലാണെങ്കിൽ ഉണ്ടാക്കി തുടങ്ങുകയും ചെയ്തു. അപ്പം ഇനി ഇങ്ങനെയെങ്കിലും കുഴപ്പമില്ല, ഞാനല്ല ഇടുന്നത് എന്ന് വിചാരിച്ച് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഫൈനലി എനിക്കിഷ്ടമായി. കാരണം ഞാൻ വിചാരിച്ച പോലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആ സ്റ്റോണ് ആ ബാക്കിയുള്ള ആ ഒരു കുഞ്ഞു സ്റ്റോണായിട്ട് നല്ല രീതിക്ക് മാച്ച് ആവുന്നുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ ലാസ്റ്റ് എന്നല്ല, ഒരു 80% കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് ഹാങ്ങിങ്സ് ബീഡ്സ് ഹാങ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്റ്റെപ്പാണ്. കാരണം നമ്മുടെ ആ ഇയറിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് എത്രത്തോളം ബ്യൂട്ടിഫുള്ളാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ഹാങ്ങിങ് ബീഡ്സാണ്. അപ്പോൾ ആ ഒരു പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ റെഡ് ഉദ്ദേശിച്ചത് മറ്റേ കുറച്ചിങ്ങനെ ഡ്രോപ്പായി നിൽക്കുന്ന ആ ഒരു ബീഡാണ്. പക്ഷേങ്കിൽ ആ ബീഡ് എനിക്ക് കിട്ടിയില്ല, സ്റ്റോപ്പിലാണ് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ ഒരു റൗണ്ട് ബീഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതങ്ങനെ പ്രത്യേകിച്ച് ഡീറ്റെയിൽഡ് പറയാനൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഈ ബീഡ് എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ. അപ്പോൾ ഈ ഒരു ബീഡ് ഹാങ് ചെയ്തപ്പോഴാണ് എനിക്കിത് കൂടുതൽ ഇഷ്ടമായി. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ സ്റ്റോൺ എനിക്ക് ഫുള്ള് ഉണ്ടാക്കാൻ പറ്റിയില്ല. ആ ഹാങ്ങിങ് ആണെങ്കിൽ ഞാൻ വിചാരിച്ച ആ ഒരു ഷേപ്പിൽ കിട്ടിയില്ല. അപ്പോൾ ഈ ഉള്ളത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും അങ്ങ് മേക്ക് ചെയ്യുക, അപ്പോൾ അതായിരുന്നു പിന്നെ എൻ്റെ ലക്ഷ്യം. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നുള്ളത് കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.